കൂട്ടുകാർക്കും ഒരു വെറൈറ്റി റെസിപ്പിയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനിവിടെ തയ്യാറാക്കാൻ പോകുന്നത് വളരെ വ്യത്യസ്തമായിട്ടുള്ള വെരി ടേസ്റ്റി അത്രയേറെ സിമ്പിളായിട്ടുള്ളൊരു റെസിപ്പിയാണ്. ചപ്പാത്തിക്കും ചോറിനും ഒരുപോലെ മാച്ചാവുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാമല്ലോ. ആദ്യം തന്നെ ഈ വെജിറ്റബിളെല്ലാം ഈ ഒരു അളവിലേക്ക് കട്ട് ചെയ്തെടുക്കാം. ഇതിന് വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത് അച്ചിങ്ങപ്പയറും കോളിഫ്ലവറും ക്യാരറ്റുമാണ്. പച്ചക്കറികളെല്ലാം ഈ ഒരു അളവിലേക്ക് കട്ട് ചെയ്ത് മാറ്റി വയ്ക്കുക. ആദ്യം തന്നെ ഇത് ശരിക്കും ഫ്ലാഗിൻ്റെ കളറിലുള്ള വെജിറ്റബിൾ ആയതുകൊണ്ട് ഞാൻ സെറ്റ് ചെയ്തൊന്ന് നോക്കിയതാണ്. കാണാനൊക്കെ കുറച്ച് ഭംഗിയുണ്ടല്ലേ. ഇനി നമുക്കൊരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടായ ശേഷം അതിലേക്ക് 1 ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇല്ലെങ്കിൽ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുത്താലും മതി. അതിലേക്ക് 1 ടീസ്പൂൺ അളവിൽ വെളുത്ത എള്ളുണ്ടല്ലോ, സെസമൺ സീഡ്സ്, വൈറ്റ് സെസമൺ സീഡ്സ്, അതാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. അതിനൊരു പ്രത്യേക ടേസ്റ്റ് ഉണ്ട്. കടുകിടേണ്ട ആവശ്യമില്ല. എന്നിട്ട് അതിലേക്ക് ഒരല്പം സവാള മുറിച്ചത് ഇട്ട് കൊടുക്കാം. ഒരുപാടൊന്നും മൊരിക്കേണ്ട ആവശ്യമില്ല. ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. എന്നിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഓരോ വെജിറ്റബിളും അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. പച്ചക്കറികളെല്ലാം ചേർത്ത് കൊടുത്തിട്ട് നല്ല ഹൈ ഫ്ലെയിം വെച്ചിട്ട് ഒന്ന് ചെറുതായിട്ട് ഒരു 2 മിനിറ്റ് ഒന്ന് വഴറ്റിയെടുക്കാം. ഒരു ക്രിസ്പിനെസ് ഒരു ഹാഫായിട്ടൊന്ന് കുക്കാവും. നല്ല ക്രിസ്പി ആയിട്ടിരിക്കും. അങ്ങനെ ആക്കിയെടുക്കാം. ഇപ്പോൾ 2 മിനിറ്റ് ഞാൻ ഹൈ ഫ്ലെയിമിൽ ഇതൊന്ന് വഴറ്റിയെടുത്തതാണ്. കളർ ഒട്ടും തന്നെ ചേഞ്ച് ആവില്ല. നല്ല ക്രിസ്പി ആയിട്ടിരിക്കും. ഹാഫ് കുക്കായിട്ടുണ്ടാവും. ഇങ്ങനെ ആകുമ്പോഴേക്കും ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ 1/2 ടീസ്പൂൺ അളവിൽ ചുവന്ന മുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കാം. ഫ്ലെയിം നന്നായിട്ട് കുറച്ച് വെച്ചിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോൾ ഇതിനകത്ത് ഒട്ടും തന്നെ വെള്ളം ഒഴിച്ചിട്ടില്ല. ആകെ 1 ടേബിൾ സ്പൂൺ ഓയിലാണ് ഉള്ളത്. പിന്നെ പച്ചക്കറിയുടെ വെള്ളവും. ഇനി ഇത് മൂടി വെച്ച് അടച്ചിട്ട് 5 മിനിറ്റ് ലോ ഫ്ലെയിമിലൊന്ന് കുക്ക് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ മിക്സഡ് വെജ് അടിപൊളിയായിട്ട് റെഡി ആയിട്ടുണ്ട്. ഒരു തുള്ളി പോലും വെള്ളം ഒഴിക്കാതെ ഈ പച്ചക്കറികളുടെ വെള്ളത്തിൽ തന്നെ ഇത് വെന്തിട്ടുള്ളതാണ്. ഭയങ്കര ടേസ്റ്റുള്ള റെസിപ്പിയാണ്. വെരി സിമ്പിളുമാണ്. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. ഇനി അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരെ എല്ലാ കൂട്ടുകാർക്കും ബൈ ബൈ.